യെസ്. ഇപ്പം നടന്ന ഇവിടുത്തെ അന്താരാഷ്ട്ര വോളിബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? വെരി ടയറിങ്. കുണ്ടിയും കുത്തി ഇങ്ങനെ കിടക്കുന്നവർ ടയറിങ് തോന്നുന്നുണ്ടോ? ക്യാമറ ഉള്ളതെന്ന് അറിയാമോ? അവിടെ ഞാൻ കളിച്ചതല്ലേ. താങ്കളിപ്പോൾ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലാണ്. അസഭ്യ ഭാഷ ഉപയോഗിക്കരുത്. വെറും പൂറി പോലെ. താങ്കൾ എന്തെങ്കിലും പറയാനുണ്ടോ? കായികാധ്വാനം മനുഷ്യന്റെ ആയുസ് കൂട്ടും, ചിന്താശേഷി കൂട്ടും. ഓക്കെ, അവന്റെ പല പല അവയവങ്ങളുടെ രക്തയോട്ടം കൂട്ടുന്നതാണ്. പല അവയവങ്ങളും താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഒന്ന് വ്യക്തമാക്കാമോ? കാല്, നാക്ക്, കണ്ണ് എന്നീ അവയവങ്ങൾ. താങ്കൾക്ക് അവയവം ഇല്ലേ? അത് ജയവളി, നമ്മുടെ മാനേജറായ വിശ്വാസനൊന്നും പറയാത്തില്ല. കാരണം താങ്കൾ ആദ്യം വയറ് പിടിച്ചിട്ട് ചോദ്യങ്ങളൊക്കെ പറയുന്നത്. ഈ കഴിഞ്ഞ മാച്ചിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ കഴിഞ്ഞ മാച്ചിനെ കുറിച്ച് അവലോകിക്കുകയാണെങ്കിൽ എതിർ ടീം, അതായത് മിസ്റ്റർ ഗെമോ നായകനായിട്ടുള്ള ആ ടീം ഫുൾ കള്ളക്കളിയായിരുന്നു. അതായത് വെള്ളം ചേർക്കൽ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ഫിനോമിനൻ അവിടെ സംഭവിച്ചിരിക്കുകയാണ്. കൂടെ കൂട്ടുകാരനായ ഹരി വെള്ളത്തിൽ വോഡ്ക വരെ ചേർത്താണ് അവൻ വിളിച്ച് പറയുന്നത്. ഇത് വളരെ വൃത്തികെട്ട ഒരു പ്രവണത, പൈശാചികമായി തോന്നുന്നു. 3 കളി നമ്മളാണ് ജയിച്ചത് ആക്ച്വലി. പിന്നെ നമുക്ക് വയ്യ, ഈ കോർട്ടിലൊന്നും പോകാനുള്ള ഒരു ഇതില്ല. തോൽവി ഏറ്റുവാങ്ങിയ ടീം അംഗങ്ങൾ വേദിത്തിരുന്ന് വിശ്രമിക്കുന്നു. അതിൽ ഏറ്റവും വലിയ കള്ളൻ വെള്ളോളി. ഫോൾസ് അക്യൂസേഷൻസ് ആണ് ഈ കേൾക്കുന്നതല്ല. ഇതൊന്നും ഒരു false accusations. അപ്പൊ ഇതൊന്നും ആരും മീഡിയ വെറുതെ ഇതിനു വേണ്ടി പോപ്പുലാരിറ്റി കൊടുക്കരുത്. ഞാനൊരു നല്ലൊരു ഞങ്ങള് കറക്റ്റായിട്ട് റൂൾസിനനുസരിച്ച് കളിച്ചാണ് ജയിച്ചത്. വെറുതെ ബാക്കിയുള്ളവർ പറഞ്ഞുണ്ടാക്കുന്ന പോലെ. താങ്കൾ വോളിബോൾ മറ്റേ അത്യാധുനിക ട്രെയിനിങ് എടുക്കാൻ വേണ്ടി സിംഗപ്പൂരിൽ പോയി മുട്ടൻ വോളിബോൾ അടിയാന്ന് കേട്ടു. അടിയോടടി നിങ്ങൾ കൈ ഒന്ന് നോക്കട്ടെ, മസിൽ കാണിക്കട്ടെ. മസിൽ ഇവിടെ ഒരു ഉണ്ടാ, ഇവിടെ നോ മുട്ട. അത് ഈ ഇതിൽ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരു ഫ്ലാഷ് പിക്സലേറ്റ് ചെയ്ത് കാണിച്ചോളൂ, കുഴപ്പമില്ല. മൊത്തത്തിൽ ജപ്പാൻ സിംഗപ്പൂർ ആ ഒരു ഏരിയ അപ്പൊ ഫുൾ പിക്സലേഷൻ ആണെങ്കിൽ താങ്കൾ എങ്ങനെ കോപ്പി ചെയ്യുന്നു? താങ്കൾ എങ്ങനെ രാവിലെ കോപ്പി ചെയ്യണം? ഓ, താങ്കൾ മൊത്തം എടുത്ത് അടി കൂടി എടുപ്പാണല്ലേ? സിംഗപ്പൂരിൽ നിന്നും എടുപ്പ് പഠിച്ചിട്ട് വന്ന ഹരിയുടെ ഫസ്റ്റ് റാങ്ക് മരണ എടുപ്പാണ് പുള്ളി എടുക്കുന്നത്. താങ്കളെ കുറിച്ച് ഈയിടെ കെ പരമായി ഒരു ഫ്ലൂട്ട് ആരോപണത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് തികച്ചും അനാവശ്യമായ ഒരു ഫോൾസ് അക്യൂസേഷൻ ആണ്. ഫോൾസ് FOLY അത് എന്നടേ, അത് തികച്ചും അത് എന്താ പറയാ, ഒരു കലമ്പില്ലാത്ത, വെറും കഴമ്പില്ലാത്ത ഒരു ആരോപണം. നമുക്ക് ചെരുപ്പിനെ വരെ കുത്തുന്ന വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ വെറും പുസ്തകം മാത്രം ആശ്രയമായിരുന്നു ബാച്ചിക്ക് ഒരു ചെരുപ്പ് പോലും കൊടുത്താൽ അറിഞ്ഞൂടാ. ചെരുപ്പ് കുത്തിയാവാൻ പോലും ക്വാളിഫിക്കേഷൻ ഇല്ല. താങ്കളുടെ ഒരു കിടപ്പാവസ്ഥയിൽ, താങ്കൾ പഴയ എന്തെങ്കിലും അവസ്ഥയിൽ താങ്കൾക്ക് പണ്ട് നമ്മുടെ കോളേജിൽ വെച്ചിൽ കോഴി ഷാജിയുടെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ കേട്ടു. അതിനെ കുറിച്ച് ഇപ്പൊ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒന്നും അറിയാൻ നിഷ്കളങ്കനായ ബാച്ചി. നമ്മൾ ആ ബാച്ചി പരിശുദ്ധിയുടെ പര്യായമായ ഞാൻ. നമ്മൾ ഇനി വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ്. നമ്മൾ പുതിയൊരു ലാൻഡ്സ്കേപ്പ് കവറേജ് ചെയ്യാൻ പോവാണ്. ഈ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ ഇരിക്കും. പണ്ടും ഇതിന്റെ അത്രത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് സൈഡിൽ പിടിച്ചതേ ഉള്ളൂ. ഈ നമ്മൾ ഡൽഹി റിലേ തുടരുന്നു. ഓവർ ടു ഡൽഹി. സംപ്രേഷണം ഡൽഹി റിലേ. നമസ്കാർ. സമൃദ്ധി വാർത്തായ എന്താണ്? परंतु इस
reunion बहुत अच्छा होगा. इस रियूनियन के बारे में हमने सोचा केरल में बुद्धिमान लोग रहते हैं. हाँ रहते हैं. हमने यहाँ आया और आप नहीं मिला. आप बुद्धि नहीं है. ओके लेकिन रियूनियन अच्छी है. आपको रियूनियन के अलावा कुछ बताना नहीं चाहते? निकेश सुना नहीं रहा. നികേഷ് താങ്കളെ പറ്റി കേൾക്കുന്നില്ല. നികേഷ് सुना नहीं रहा. കേൾക്കുന്നുണ്ടോ? സുകേഷ് കേൾക്കുന്നുണ്ടോ? ഇവിടെ വളരെ റിസപ്ഷൻ വളരെ മോശമാണ്. സുകേഷ് പറയൂ. ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് റിലേ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പച്ചപ്പരതാനി പോലെ ഒരു സ്ഥലത്ത് ഇപ്പോൾ വോളിബോൾ മാച്ച് കഴിച്ചിരിക്കുകയാണ്. താങ്കളുടെ സുകേഷ് ഇവിടെ സ്റ്റുഡിയോയിൽ ഡമനിലെ വൺ ഫ്ലൂട്ട് മനുഷ്യനായ മിസ്റ്റർ വിഷ്ണു സുരേഷ് ഉണ്ട്. ഓക്കെ പുള്ളി നമ്മുടെ അഭ്യർത്ഥന പറയാം സ്റ്റുഡിയോയിൽ ഒരു അഭിപ്രായ പ്രകടനം തോന്നുന്നുണ്ട്. അതെ നമ്മൾ ആ ഇന്റർവ്യൂ ഇപ്പോൾ കവർ ചെയ്തതാണ്. ഞാൻ എൻ്റെ അടുത്ത മിസ്റ്റർ വിഷ്ണു സുരേഷിനോട് താങ്ക് യു. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ നമുക്കിനി ഉടനെ ബ്രേക്കില് അതായത് ഡാം തിരക്കിടന്നോ നമ്മൾ ന്യൂസ് ചാനലിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി ശരിക്കും ഡൽഹിയിലെ യാഗോസ് അറ്റ് സിറ്റി റേപ്പ് അറ്റംപ്റ്റ്, ഒരു ലൈവ് റേപ്പ് അറ്റംപ്റ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യാണ്. അങ്ങനെ ഒരു 6-9 പൊസിഷൻ നമ്മൾ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യാണ്. ഹരിക്ക് ഭയങ്കര സുഖം. ഹരി ഓർഗാസ്മിക് പ്ലസിലൂടെ പൊളയുന്നു. നിന്റെ തള്ളുകളിലെങ്കിലും നീ 69 ട്രൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടളിയാ സത്യം പറഞ്ഞു കേട്ടാത്തൊന്നും അവൻ 69 ഇതുവരെ കണ്ടിട്ടോന്നില്ല. അതെ അടിച്ച് ഓറായിട്ടാളിയാ. കള്ളച്ചിരി കൊച്ചു കള്ളൻ. തിരിച്ചെന്നിട്ട് വേണം ഇന്തോനേഷ്യ പോയി 50 റെക്കോർഡ് പതിഞ്ഞ് തിരിച്ചു വന്നിട്ട് വേണം ഇന്തോനേഷ്യ ചെയ്തിട്ട് $50 പോയി പെർമനന്റ് പ്രൂഫ്. ഇന്നല്ല ശരി നീ ആ ഇന്തോനേഷ്യ ചെന്നിട്ട് വോളിബോളാണ് കളിക്കാൻ പോകുന്നത്. ഓഹോ ബീച്ചിൽ കിടന്ന് ബോൾ പിടിച്ച് കളിക്കണ? അല്ല ബീച്ചിൽ കിടന്ന് സ്വന്തം ബോൾ എടുത്ത് കളിക്കും. $50 കൊടുക്കും പോവാനുള്ള ടിക്കറ്റ്. ജയിലിൽ നിന്ന് ഇറങ്ങാൻ മുസ്ലിം രാജ്യമാണ് അവിടെ പിന്നെ ജയിലിൽ കൊണ്ടുപോയി വെട്ടിയായിരിക്കും അവന്മാർ കൈ തരും. കയ്യിൽ വെച്ചോളാം. ഇതുകൊണ്ട് കളിച്ചോളാം. അല്ലയാ ജയോളി യാഗോസ് അറ്റ് സിറ്റി. യാഗോസ് 69 അടിച്ചോണ്ടിരിക്കുക. അസഭ്യം അല്ലേ? നമ്മുടെ കൾച്ചർ സംസ്കാരം ചേർന്നല്ല. എടാ അവൻ ചെക്കൻ്റെ വട ചെക്ക് കൊട്ടിന്ന് അമിജു പറഞ്ഞാണ് ഇത് എന്റെ അനിയനാണെന്ന്. ഞാൻ ശബ്ദം അവൻ വിഴുങ്ങി കളഞ്ഞു. പാത്രത്തിലേക്ക് ഒന്ന് ഇവിടെ വെച്ചു മായാശങ്കർ. അളിയാ അത് കൊള്ളാം. യെസ് മായാശങ്കറിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഫഹദ് ഫാസിലിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഫഹദ് ഫാസിൽ അതെ പുതിയതായിട്ട് ഇറങ്ങിയ പടങ്ങളൊന്നും അങ്ങനെ ഹിറ്റ് ആവുന്നില്ല. എന്താണ് അതിനെ കുറിച്ച്? പുള്ളിക്ക് ലുക്ക് പോരാ. പുള്ളിയുടെ കാര്യമല്ല, ഞാൻ താങ്കളുടെ കാര്യം. പുള്ളിക്ക് ലുക്ക് പോരാന്ന് ഈ പുള്ളി എടുത്ത് മാറ്റി വേറെ പുള്ളി വയ്ക്കും. ഞാൻ ആ പുള്ളിയല്ല മറ്റേ പുള്ളിയൻ ഫൽക്രം. ആ ഫൽക്രം പുള്ളിയാണ്. ഓ ആ പുള്ളി. എന്നിട്ട് ബാക്കി പറയാനേ പറ്റുള്ളൂ. അതായത് പടം ഓടാത്തതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ആൾക്കാർ കാണാത്തോണ്ടാണ് പടം ഓടുന്നത്. ആണല്ലേ? അതെ ബാക്കിയുള്ള പടങ്ങൾ പിന്നെ എങ്ങനെയാണ്? ആൾക്കാർ കാണുന്നോണ്ടാണ്. അതാണ് ആൾക്കാർ സംവിധായകരും പ്രൊഡ്യൂസറും കണ്ടവർ ഓടുമ്പോൾ പടം ഓടിയതായിരുന്നു കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ആ കണ്ടവരോടുമ്പോൾ പടം കണ്ടവരെ നമ്മൾ കാണാത്തവരോട് നമുക്ക് അറിയത്തില്ലല്ലോ. നമുക്ക് തിരിച്ചു വരാം. തിരിച്ചു വരണമെന്നില്ല. താങ്കൾക്കെതിരെ ഒരു സ്കാം വന്നിട്ടുണ്ടല്ലോ, ബോൺഫയർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കോടികളുടെ അഴിമതി നടത്തിയെന്നും സെൻ മാറ്റിയിട്ട് ഇനി അടുത്തത് ഓടി Q7 എടുക്കാനാണ് പ്ലാൻ എന്നും കേട്ടു. ഒരു പാവം ജയശങ്കറിന്റെ എന്തോ അഴിമതി നടത്തിയെന്നാണ് ആരോപണം.
നിങ്ങൾ എന്ത് ഇപ്പൊ എങ്ങനെ പ്രതികരിക്കുന്നു? ക്യാമറ നോക്കി പറയൂ. വെറും ആരോപണം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. അക്വിസിഷൻ ഫോഴ്സ് അക്വിസിഷൻ. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പരിപാടിയുണ്ട്, പരിപാടി നടന്നു, അത്ര തന്നെ. ബില്ലൊക്കെ കാശിൻ്റെ അങ്ങനെയൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി പറയാൻ പാടുണ്ട്. RTIയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കെതിരെ, ഇതിന്റെ ഫുൾ ബില്ല് കാണണം എന്നാണ് ജയശങ്കർ പറയുന്നത്. അതായത് ജയശങ്കറിലേക്ക് പോകാം. മായാശങ്കറിലേക്ക് ഫോക്കസ്. എനിക്ക് കുറച്ചും കൂടി സമയം തരും. ഷണ്ണ എന്തെങ്കിലും പറയുന്നുണ്ടോ?